ഇന്റർവെൽ കഴിഞ്ഞുള്ള മൂന്നാമത്തെ പീരീഡ്. അപ്പോഴേക്കും വൈഗയെക്കുറിച്ച് ഓക്കെ ആയിട്ട് പിള്ളേരോട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇന്റർവെൽ കഴിഞ്ഞുള്ള ടൈം ആയതുകൊണ്ട് പിള്ളേരെല്ലാവരും ഭയങ്കര വർത്തമാനമായിരുന്നു. പെട്ടെന്ന് ക്ലാസ് ഫുള്ള് സൈലൻ്റ് ആയതും നമ്മുടെ പിള്ളേരും ആരാ എന്നുള്ള രീതിയിൽ വാതിൽക്കലേക്ക് നോക്കി. വാതിൽക്കൽ നിന്നും ചിരിയോടെ ക്ലാസ്സിലേക്ക് കയറി വരുന്ന ജോണിനെ കണ്ടതും നമ്മുടെ പിള്ളേരും 3 പേരും ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വൈഗയുടെ ചിരിച്ചുകൊണ്ടിരുന്ന മുഖം മാറി. അവൻ സാറാണെന്ന് കണ്ടതും ക്ലാസ്സിലെ പിള്ളേരെല്ലാവരും എഴുന്നേറ്റു. വൈകിയും ആർക്കോ വേണ്ടി എന്ന പോലെ ഒന്ന് എഴുന്നേറ്റ് നിന്നു. അവൻ അകത്തേക്ക് കയറി ബുക്ക് ടേബിളിൽ വെച്ചിട്ട് കുട്ടികളോടെല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞതും അവരെല്ലാവരും സീറ്റിലേക്കിരുന്നു. അവൻ്റെ കണ്ണുകൾ വൈകിയിലേക്ക് നീണ്ടു. എന്നാൽ അവൾ അവനെ നല്ലതുപോലെ പുച്ഛിച്ച് കാണിച്ചു. രാവിലെ ചെയ്തതൊന്നും അവൾക്കത്ര പിടിച്ചിട്ടില്ല എന്ന് അവന് മനസ്സിലായതും അവൻ ഉള്ളിൽ ചിരിച്ചു. ഹായ്, അവൻ എല്ലാവരെയും നോക്കി ചിരിയോടെ പറഞ്ഞു. ഹായ് സർ. അത് കേട്ടതും ക്ലാസ് മുഴുവൻ തിരികെ ചിരിച്ചുകൊണ്ട് അവനോടും പറഞ്ഞു. ഞാൻ ജോൺ മാത്യു. ഇനി മുതൽ വർക്കി സാറിന് പകരം നിങ്ങളുടെ മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് ഞാനായിരിക്കും. അവൻ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി പറഞ്ഞു. അവനെ കണ്ടതും അവിടെ ക്ലാസ്സിലുണ്ടായിരുന്ന പല പെൺകുട്ടികളുടെയും ഉള്ളിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഉണരാൻ തുടങ്ങി. എല്ലാവരും കണ്ണുകളൊക്കെ വിടർത്തി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടാലോ? അവൻ പറഞ്ഞതും എല്ലാവരും തലയാട്ടി. സാർ മാരീഡ് ആണോ? അതിലൊരു ആൺകുട്ടി ഉറക്കെ ചോദിച്ചു. മാരീഡ് അല്ലെങ്കിൽ എനിക്ക് പറ്റിയ പെൺകുട്ടികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അവൻ വൈകിയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അവനോട് തിരികെ ചോദിച്ചു. സാറ് തന്നെ ചൂസ് ചെയ്തെടുത്തോ. ഇവിടെ 40 പെൺകുട്ടികളുണ്ട്. ഇതിലൊരു 10 കമ്മിറ്റഡ് ആണെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും ഫ്രീ ആണ്. ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ സ്റ്റിൽ യങ്ങല്ലേടാ, കെട്ടാൻ ഇനിയും സമയമുണ്ട്. എന്തായാലും ഈ ക്ലാസ് ഇനി 1 വർഷം കൂടി ഉണ്ടല്ലോ. അപ്പോഴേക്ക് നമുക്ക് ആരെങ്കിലും സെറ്റാക്കാം. അവൻ കണ്ണുകൾ ചിമ്മിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. അവൻ നല്ല ഫ്രണ്ട്ലി ആണെന്ന് അവൻ്റെ സംസാരത്തിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ എന്നോടുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പരിചയപ്പെട്ടാലോ? അവൻ ചിരിയോടെ എല്ലാവരെയും നോക്കി ചോദിച്ചതും എല്ലാവരും ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അവൻ ഓരോ കുട്ടികളുടെയും അടുത്ത് പോയി അവരുടെ പേരും സ്ഥലവും ചോദിച്ചു. ലാസ്റ്റ് വൈഗയുടെ സൈഡിൽ എത്തി നിന്നു ആ ചോദ്യം. അവൻ അടുത്തേക്ക് ചെന്ന് നിന്നതും അവൾ ബെഞ്ചിൽ നിന്നും പതിയെ താല്പര്യമില്ലാത്തതുപോലെ എഴുന്നേറ്റു. വൈഗ അവൾ ഇഷ്ടമില്ലാത്തതുപോലെ പതിയെ പറഞ്ഞു. ഈ കുട്ടി പേര് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അവൾ പതിയെ പറയുന്നത് കേട്ടതും അവൻ ഉറക്കെ ക്ലാസ്സിലുള്ള കുട്ടികളോട് ചോദിച്ചു. ഇല്ല, കേൾക്കുന്നില്ല സർ. ഒരു ആൺകുട്ടി അപ്പുറത്തെ സൈഡിൽ നിന്നും വിളിച്ചു പറഞ്ഞു. തൻ്റെ സൗണ്ട് ഇത്രയേ ഉള്ളോ? അവൻ കൈകൾ മാറിൽ കെട്ടി അവളോട് ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വൈഗ അവൾ ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞു. ഇപ്പോൾ കൊല്ലുവോ എന്നെ? അത് കേട്ടതും അവൻ ചിരിയോട് ചോദിച്ചു. അവൻ്റെ ആ ചോദ്യം കേട്ടതും ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അവളുടെ രീതികൾ കണ്ട് ശ്രീക്കും നേഹയ്ക്കും വൈശുവിനും വരെ ചിരി വന്നു. അവനെ അരച്ചു കലക്കി കൊടുത്ത ഒറ്റയടിക്ക് കുടിക്കാനുള്ള ദേഷ്യം അവൾക്കുണ്ടായിരുന്നു. അവൻ അങ്ങനെ പറയുന്നത് കേട്ടതും അവളുടെ മുഖം ഒന്നുകൂടി വീർത്തു. അവൻ മനഃപൂർവ്വം അവളെ കളിയാക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ഇത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു? ഞാനിവിടെ തമാശയൊന്നും പറഞ്ഞില്ല. എല്ലാവരും കൂട്ടത്തോടെ തന്നെ നോക്കി ചിരിക്കുന്നത് കണ്ടതും അവൾ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി ചോദിച്ചു. അവളുടെ ആ ചോദ്യം കേട്ടതും എല്ലാവരുടെയും ചിരി സ്വിച്ച് ഇട്ട പോലെ നിന്നു. അവൾ നല്ല കലിപ്പിലാണെന്ന് പിള്ളേർക്ക് 3 പേർക്കും മനസ്സിലായി. വൈഗ, ശ്രീ അവളുടെ കയ്യിൽ പിടിച്ചവളെ കൂളാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അപ്പോഴും ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നിൽക്കുകയായിരുന്നു. അത് കണ്ടതും അവൾ ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കിയിട്ട് ബെഞ്ചിലേക്കിരുന്നു. അവൾ ഇരുന്ന ശേഷം ശ്രീയും നേഹയും വൈശുവും അവരവരുടെ പേരുകൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു. അവനവരെ അറിയാവുന്നതായിട്ടും അവർ അവനെ അറിയാവുന്നതായിട്ടും നടിച്ചില്ല. ബാക്കി എല്ലാവരോടും നിന്ന പോലെയാണ് അവൻ അവരോട് നിന്നതും. അവരും തിരികെ അതുപോലെ തന്നെ. എല്ലാവരും പരിചയപ്പെട്ട ശേഷം അവൻ ബുക്ക് കയ്യിലേക്കെടുത്തു. പിന്നെ അവൻ്റെ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ തുടങ്ങി. വൈകിക്ക് അവൻ ക്ലാസ്സിലേക്ക് വന്നതും കുട്ടികളെല്ലാവരും ചിരിച്ചതും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ക്ലാസ് കേൾക്കാൻ ആഗ്രഹമില്ലാത്തതുപോലെ അവൾ ബെഞ്ചിലേക്ക് കമഴ്ന്നു കിടന്നു. പഠിപ്പിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അവളെ തേടി പോയിക്കൊണ്ടിരുന്ന കണ്ണുകളിൽ അവളുടെ മുഖം കാണാഞ്ഞതും അവനിൽ നിരാശയുണ്ടായി. അവൾ കമഴ്ന്നു കിടക്കുകയാണെന്ന് അവന് മനസ്സിലായി. അത് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ അവളുടെ സൈഡിലായിട്ട് ബെഞ്ചിൽ ഒരടിയടിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി എഴുന്നേറ്റു. ഉറങ്ങാനാണെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോരെ? രാവിലെ ബാഗും പുസ്തകമായിട്ട് എന്തിനാ ഇവിടെ വന്ന് കിടന്നുറങ്ങുന്നത്? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ ചോദിച്ചു. അവൾക്ക് വയ്യാത്തത് കൊണ്ടാണ് സർ. ശ്രീ പെട്ടെന്ന് അവനെ നോക്കി മറുപടി പറഞ്ഞു. വയ്യെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഒരു സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കമഴ്ന്നു കിടന്നുറങ്ങുന്നത് പഠിപ്പിക്കുന്നവരെ കളിയാക്കുന്നതിന് തുല്യമാണ്. അവൻ അവളെ നോക്കി പറഞ്ഞു. ഇവിടെ ഒരു ടീച്ചേഴ്സും സാറുമാരും ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. വയ്യെങ്കിൽ കിടന്നോളാനാണ് എല്ലാവരും പറയുന്നത്. അല്ലാതെ സാറിനെ പോലെ ഹോസ്പിറ്റലിൽ പോകണമെന്നും ഉറങ്ങാനാണെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങിയാൽ മതിയെന്നും ഞങ്ങളോട് ആരോടും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എല്ലാവരെയും പോലെയല്ല ഞാനെന്ന് ഇപ്പം മനസ്സിലായല്ലോ. എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ കമഴ്ന്ന് കിടന്നുറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല.
ഒന്നുകിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്നെ നോക്കിയിരിക്കണം, അതല്ല ഇതിനൊന്നും താല്പര്യമില്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളെ നോക്കി പറഞ്ഞു. എനിക്ക് സാറ് പഠിപ്പിക്കുന്നതൊന്നും ഇഷ്ടമായില്ല, ഒന്നും മനസ്സിലാകുന്നതുമില്ല. ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം. പ്രശ്നം തീർന്നല്ലോ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എവിടെ പോകുക വൈക? അവൾ ബാഗ് എടുക്കുന്നത് കണ്ടതും അടുത്തിരുന്ന ശ്രീ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ വീട്ടിലേക്ക് പോവുക, എനിക്കൊരു മൂഡില്ല ക്ലാസ്സിലിരിക്കാൻ. അതും പറഞ്ഞ് അവൾ അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങി. അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. വിട്! അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ കുടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെയാണോ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുന്ന ഒരു അധ്യാപകനോട് പെരുമാറേണ്ടത്? തനിക്ക് മൂഡുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഇവിടെ ഞങ്ങളെപ്പോലെയുള്ള ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നത്. ഇങ്ങനെ മൂഡില്ല എന്ന് പറഞ്ഞ് തോന്നുമ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാനല്ല, പൈസ എന്തെന്ന് പഠിപ്പിക്കാനാണെന്നും പറഞ്ഞ് വീട്ടുകാർ നിന്നെയൊക്കെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്. അവൻ കുറച്ച് ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. ഒപ്പം അവളെ ഒന്നുകൂടി അവനിലേക്ക് അടുപ്പിച്ചിരുന്നു. എനിക്ക് ഇങ്ങനെ പെരുമാറാനേ അറിയുള്ളൂ സാർ. സാറിന് സൗകര്യമില്ലെങ്കിൽ കേൾക്കാൻ നിൽക്കണ്ട. പിന്നെ എൻ്റെ കാര്യത്തിൽ എൻ്റെ അച്ഛനും അമ്മയും പണം ചെലവാക്കുന്ന ഓർത്തിട്ട് സാറ് തെണ്ണപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സാറിൻ്റെ പൈസയല്ലല്ലോ, ആണോ? സാറിൻ്റെ കാര്യം നോക്കിയാൽ മതി. എന്നെ ഒന്ന് വിടുവോ? അവളും തിരികെ ദേഷ്യത്തോടെ പറഞ്ഞു. ഈ കൂടുതൽ ജാട കാണിക്കല്ലേ കേട്ടോ? അവൻ പതിയെ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. ഞാൻ എനിക്കിഷ്ടമുള്ളത് കാണിക്കും. സാറിൻ്റെ പണി ചെയ്താൽ മതി. അവളും തിരികെ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. എൻ്റെ പണി ഞാൻ ചെയ്യണമെങ്കിൽ നീ എനിക്കിഷ്ടമുള്ള വേറെ ചിലത് കാണിച്ചു തരേണ്ടി വരും. എന്താ, കാണിക്കുവോ? എനിക്ക് ആ പണിയാണ് ഇഷ്ടം. അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു. അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇരിക്കടി, അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. എന്താടി ജോൺ ചേട്ടൻ നിന്നോട് ഇത്രയും പതിയെ പറഞ്ഞത്? അടുത്തിരുന്ന ഞാൻ പോലും ഒന്നും കേട്ടില്ലല്ലോ. അവൾ ഇരുന്നതും ശ്രീ അവളോട് ചോദിച്ചു. അത് നിന്റെ കോണേറ്റനോട് ചോദിക്ക്. അവൾ പുച്ഛത്തോടെ പറഞ്ഞിട്ട് വീണ്ടും കമിഴ്ന്നു കിടന്നു. അവളോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ജോണിന് മനസ്സിലായി. വെറുതെ വായിട്ടലയ്ക്കുന്നല്ലാതെ ഒരു ഗുണവും ഇല്ലെന്ന് അവനറിയാമായിരുന്നു. കാരണം അവൾ വാശി കാണിക്കാനേ നോക്കുള്ളൂ എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവൾ എന്തേലും കാണിക്കട്ടെ എന്ന് അവനും കരുതി. അവൻ കുറച്ച് പോർഷൻസ് പഠിപ്പിച്ചിട്ട് അതിലെ നോട്ട്സൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോഴൊന്നും അവൾ തല ഉയർത്തി നോക്കിയില്ല. അവനോട് വാശി കാണിച്ച് കമഴ്ന്നു കിടന്ന് അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു. അവൻ്റെ ഹവർ കഴിഞ്ഞു പോയതിനു ശേഷം ശ്രീ വിളിച്ചപ്പോഴാണ് അവൾ ഉണർന്നത്. നിനക്ക് എന്താ വൈക? ജോൺ ചേട്ടൻ എന്ത് നല്ലതായിട്ടാണെന്നറിയോ ക്ലാസ് എടുത്തത്? ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇപ്പം തന്നെ നിനക്ക് ആ പോർഷൻസ് പഠിക്കാമായിരുന്നു. ശ്രീ അവളോട് പറഞ്ഞതും അവൾ പുച്ഛത്തോടെ ചുണ്ടുകൾ കൊട്ടി കാണിച്ചിട്ട് ഫോൺ നോക്കാൻ തുടങ്ങി. അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ശ്രീ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. അന്ന് വൈകിട്ട് പിള്ളേരെ വിളിക്കാൻ വിനുവാണ് കോളേജിലേക്ക് കാറുമായിട്ട് വന്നത്. വിനുവിനെ കണ്ടതും വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ ജോണും അവൻ്റെ ഒപ്പം അലോഷിയും അങ്ങോട്ടേക്ക് ചെന്നു. എല്ലാവരും ഞെട്ടിയോ ചേട്ടായി? ജോണിനെ കണ്ടതും വിനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നില്ലേ, അവർ 4 പേരും എന്നെ ഇവിടോട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്നെ കണ്ടതും 4 വായും തുറന്ന് നിൽക്കുകയായിരുന്നു. ജോൺ ചിരിയോടെ അവനോട് മറുപടി പറഞ്ഞു. വൈകിയോ? അവൻ സംശയത്തോട് ചോദിച്ചു. അവിടെ പിന്നെ ദേഷ്യമാണോ, വിഷമമാണോ, പുച്ഛമാണോ, അതൊന്നും അറിയാത്തൊരു തരം വികാരമായിരുന്നു. ജോൺ എന്തോ ഓർത്തതുപോലെ ചിരിയോടെ പറഞ്ഞു. നീ ഇവിടെ നിനക്ക് വേണ്ടപ്പെട്ട 3 കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പം വീർത്തതാ വൈകയുടെ മുഖം. അലോഷി എന്തോ ഓർത്തതുപോലെ അവനോട് മറുപടി പറഞ്ഞു. അത് അവളെ ഒന്ന് കുശുമ്പ് കയറ്റാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ. നിന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞതും മനഃപൂർവ്വം തന്നെയാ. എപ്പോൾ ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാൻ ചെന്നാലും അവൾ എനിക്ക് ഒരു വിലയും തരാത്തതുപോലെയാണ് പെരുമാറുന്നത്. അപ്പോൾ പിന്നെ ചെറിയൊരു ഡോസ് ഞാനും അങ്ങോട്ട് കൊടുക്കണ്ടേ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അലോഷി അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. വിനു വന്ന ഉടനെ ശ്രീയെ വിളിച്ച് പറഞ്ഞിരുന്നു. അത് പ്രകാരം പിള്ളേർ 4 പേരും കൂടി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴാണ് വിനുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ജോണിനെയും അലോഷിയെയും കണ്ടത്. ജോൺ ചേട്ടാ, വീട്ടിലേക്ക് പോകുന്നില്ലേ? അവനെ കണ്ടതും വൈഷു സംശയത്തോടെ ചോദിച്ചു. എടി, ഞാൻ നിങ്ങളുടെ സാറാണ്. അവൾ ചേട്ടാന്ന് വിളിക്കുന്നത് കേട്ട് അവൻ ചിരിയോടെ പറഞ്ഞു. അതൊക്കെ ക്ലാസ്സിനകത്ത്, എപ്പോഴും ഇപ്പോൾ സാറെന്ന് വിളിക്കണോ? വൈഷു സംശയത്തോടെ ചോദിച്ചു. എപ്പോഴും വിളിക്കണ്ട, എങ്കിലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് വിളിക്കണേ, അവൻ ദയനീയമായി പറഞ്ഞതും വൈക ഒഴിച്ച് പിള്ളേരെല്ലാവരും ചിരിച്ചു. ഇതിലെന്താ അത്ര കിണിക്കാനിരിക്കുന്നത്? എല്ലാവരും ചിരിക്കുന്നത് കേട്ടതും വൈക സ്വയം പറഞ്ഞു. അത് ഞങ്ങൾ ഏറ്റു. അവനങ്ങനെ പറഞ്ഞതും വൈഷു ചിരിയോടെ മറുപടി നൽകി. ജോൺ ചേട്ടാ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ക്ലാസ് അടിപൊളിയായിരുന്നു. വർക്കി സാറ് പഠിപ്പിക്കുന്നതിനൊക്കെ ഭംഗിയായിട്ടാണ് ജോൺ ചേട്ടൻ ഇന്ന് പഠിപ്പിച്ചത്. ചേട്ടൻ പഠിപ്പിച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് പോയപ്പോൾ കുട്ടികളെല്ലാം ഇത് തന്നെയാണ് പറഞ്ഞത്. ശ്രീ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു. ആദ്യത്തെ മൊഡ്യൂളൊക്കെ സിമ്പിളാണ്, പക്ഷേ ഇനി അങ്ങോട്ട് കുറച്ച് ടഫായിരിക്കും. അതുകൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അവൻ വൈകിയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ശ്രീയോട് പറഞ്ഞു.
അത് അവൻ തന്നെ ഒന്ന് കുത്തി പറഞ്ഞതാണെന്ന് വൈകയ്ക്ക് മനസ്സിലായി. അവളത് കേട്ടതുപോലും ഭാവിക്കാതെ കാറിലേക്ക് കയറിയിരുന്നു. നിന്റെ അനിയത്തിയോട് പറഞ്ഞേക്ക് പഠിക്കണമെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണമെന്ന്. ഇന്ന് പിന്നെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാഞ്ഞത്. എന്നും ഞാൻ വരുമ്പോൾ ഇതുപോലെ കവർന്ന് കിടക്കാനാണ് അവളുടെ പ്ലാനെങ്കിൽ നാളെ മുതൽ എൻ്റെ ക്ലാസ്സിൽ കയറണ്ടെന്ന് അവളോട് പറഞ്ഞേക്ക്. അവൻ വൈഷുവിനെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി തലയാട്ടി. എങ്കിൽ പിന്നെ നീ ഇവരെയും കൊണ്ട് വീട്ടിലേക്ക് പൊയ്ക്കോ, ജോൺ വിനുവിനെ നോക്കി പറഞ്ഞതും അവൻ അവരോട് യാത്ര പറഞ്ഞിട്ട് കാറിലേക്ക് കയറി. വിനുവിൻ്റെ കൂടെ ഡ്രൈവർ സീറ്റിൽ ശ്രീയാണിരുന്നത്. നേഹയും വൈഷുവും വൈകയുടെ ഒപ്പം പുറകിലും കയറി. നേഹയുടെ കണ്ണുകൾ വിനുവിലായിരുന്നു. അവനത് കണ്ണാടിയിൽ കൂടി കാണുകയും ചെയ്തിരുന്നു. അവൻ വീട്ടിലേക്ക് കാറ് കൊണ്ട് നിർത്തിയതും പിള്ളേരെല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി. നേഹ അവൻ വിളിച്ചതും അവൾ അവിടെ നിന്നു. പിന്നെ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. രാത്രിയാകുമ്പോഴേക്കും തിരിച്ചു വരാം, വാ കയറ്. അവൻ പറഞ്ഞതും അവൾ ശ്രീയുടെ മുഖത്തേക്ക് നോക്കി. പോയിട്ട് വാ. ശ്രീ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. ശ്രീ വന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഡോണയും കോളേജിൽ നിന്ന് വന്നത്. നിങ്ങളെല്ലാവരും കൂടി ആ കോളേജിൽ അടിച്ചു പൊളിക്കുമ്പോൾ ഞാൻ മാത്രം വേറൊരു കോളേജിൽ ഒറ്റയ്ക്ക്. എനിക്ക് നിങ്ങളുടെ ഒപ്പം ആ കോളേജിൽ വന്നാൽ മതിയായിരുന്നു. ഡോണ ശ്രീയെ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്കിരുന്നു. ഞങ്ങളുടെ കൂടെ നീ കോളേജിലേക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ. നീ ഞങ്ങളെക്കാൾ ഒരു ക്ലാസ് താഴെയല്ലേ. അവിടെയും നീ ഞങ്ങളുടെ ജൂനിയറായിട്ട് പഠിക്കേണ്ടി വരുമല്ലേ. ഞങ്ങളുടെ ഒപ്പം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ലല്ലോ. അവൾ ചിരിച്ചുകൊണ്ട് ഡോണയോട് ചോദിച്ചു. അത് ശരിയാ, പക്ഷെ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കോളേജിൽ പോവുകയും വരികയും ഒക്കെ ചെയ്യാമായിരുന്നല്ലോ. നിനക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഈ ചായനോട് പറ, സെക്കൻഡ് ഇയർ ഈ കോളേജിൽ മാറാൻ പറ്റുമല്ലോ. അപ്പം ഞങ്ങളുടെ കൂടെ കോളേജിലേക്ക് മാറിക്കോ. ശ്രീ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ഓ, ഇനിയിപ്പോൾ സാരമില്ല ചേച്ചി, ഈ കോളേജിൽ തന്നെ പഠിക്കാം. ഇനി പുതിയ കോളേജ്, പുതിയ കൂട്ടുകാർ വേണ്ട. 2 വർഷം കൂടിയല്ലേ ഉള്ളൂ, ഞാൻ ഇവിടെ തന്നെ പഠിച്ചോളാം. ചേച്ചി എന്നും വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ മതി. അവൾ ശ്രീയോട് പറഞ്ഞതും ശ്രീയും തലയാട്ടി. അല്ല, ഇന്ന് എന്തൊക്കെയുണ്ടായിരുന്നു ശ്രീ ചേച്ചിയുടെ കോളേജിലെ വിശേഷം? അവർ സംസാരിച്ചുകൊണ്ട് ശ്രീയോട് ചോദിച്ചതും ശ്രീ ജോൺ അവിടെ ജോയിൻ ചെയ്തതും വൈകിയുമായിട്ട് നടന്ന പ്രശ്നങ്ങളും ജസ്റ്റ് നേഹയോട് പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അവൾ ഡോണയോട് പറഞ്ഞു. ആ പരമനാറി കോളേജിൽ വെച്ചും ചേച്ചിയോട് അങ്ങനെ പെരുമാറിയോ? ഇവൻ എത്ര കിട്ടിയാലും മതിയാവില്ല ശ്രീ ചേച്ചി. നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്താലോ, ഇങ്ങനെ ഹറാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്? ഡോണ സംശയത്തോടെ ശ്രീയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്തിനാ ഡോണ വീണ്ടും അവളെ വിഷമിപ്പിക്കാനോ? അവൻ ആദ്യം അങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് പതറിപ്പോയെങ്കിലും ജോൺ ചേട്ടൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും കുറച്ച് ആശ്വാസമായി. അത് ശരിയാ, ചേട്ടനുണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ട. തന്നെയല്ല, മറ്റേ സാർ അവൻ അടിയൊക്കെ കൊടുത്തു എന്നല്ലേ പറഞ്ഞത്. ചിലപ്പോൾ അതുകൊണ്ടായി അവൻ ഒതുങ്ങുമായിരിക്കും. ഡോണ എന്തോ ആലോചനയോട് പറഞ്ഞതും ശ്രീയും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. എന്നിട്ട് നേഹച്ചേച്ചി എവിടെ? അവൾ സംശയത്തോട് ചോദിച്ചു. ഞങ്ങളെ വിനു ആ കോളേജിൽ നിന്നും പിക്ക് ചെയ്യാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ വിനു അവളെയും കൂട്ടി പുറത്തേക്ക് പോയി. ശ്രീ ഡോണയെ നോക്കി മറുപടി പറഞ്ഞു. അതെന്തായാലും നന്നായി ശ്രീ ചേച്ചി. വിനു ചാച്ചൻ്റെ കൂടെ ആകുമ്പോൾ നേഹ ചേച്ചി കുറച്ചൊക്കെ ഓക്കെ ആകും. അവൾ പറഞ്ഞതും ശ്രീ അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. കീരിയും പാമ്പും അവിടെ വഴക്കായിരുന്നു അല്ലേ? 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് ശ്രീ ചേച്ചി. പക്ഷെ 2 പേരുടെ ഈഗോ അത് സമ്മതിച്ചു കൊടുക്കില്ല. പണ്ടവർ തമ്മിൽ ഭയങ്കര പ്രേമമായിരുന്നു. അതിനിടയിൽ ആ വൈഗ ചേച്ചി ഇടയ്ക്ക് ആ ബന്ധം വേണ്ടാന്ന് വെച്ചത്. അന്ന് ജോൺ ചേട്ടൻ കുറച്ച് വിഷമിച്ചു. വിഷമം വരുമ്പോൾ ഇവിടെ ചാച്ചന്മാരുടെ കൂടെ വന്നിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ കുഞ്ഞല്ലേ, എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. പിന്നീട് വളർന്നു വന്നപ്പോഴാണ് ഇതൊക്കെയാണ് കാര്യമെന്ന് മനസ്സിലായത്. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വൈഗ ചേച്ചി ജോൺ ചേട്ടനോട് സംസാരിക്കാൻ ചെന്നതാ. അപ്പോൾ ജോൺ ചേട്ടൻ ജാടയിട്ടു. ആദ്യം ചേച്ചിക്ക് കുറച്ച് വിഷമമായെങ്കിലും പിന്നെ ചേച്ചി വലിയ മൈൻഡൊന്നും ചെയ്യാൻ പോയില്ല. അന്ന് മുതൽ അവർ 2 പേരും കീരിയും പാമ്പുമായിട്ട് മാറി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ശ്രീയും ചായ കുടിക്കുന്നതിനിടയിൽ അതൊക്കെ കേട്ട് പുഞ്ചിരിച്ചു. സാരമില്ല, ഇതിപ്പോൾ 2 പേരും ഒരേ കോളേജിലല്ലേ, ചിലപ്പോൾ അവരുടെ വഴക്കൊക്കെ ഇതുമൂലം തീരുമായിരിക്കും. ശ്രീ അവളെ നോക്കി പറഞ്ഞു. തീർന്നാ മതിയായിരുന്നു, ഡോണയും പറഞ്ഞു.